നമസ്കാരം. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസ് ചക്കാലക്കലിൻ്റെയും ബേബി ചക്കാലക്കലിൻ്റെയും ജാൻസി ചക്കാലക്കലിൻ്റെയും ജിൻസി ചക്കാലക്കലിൻ്റെയും ചക്കാലക്കൽ ഫാമിലിയുടെ പ്രത്യേകിച്ച് പ്രിൻസിൻ്റെ ജീവിതകഥയുടെ ഒരു ഏട് പറയുന്ന ഒരു സിനിമയാണ് ബിൻഡോ ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ. ഈ സിനിമയിൽ പ്രിൻസ് ചക്കാലക്കലായിട്ട് ദിലീപ് എത്തുന്നു. ബേബി ചക്കാലക്കലാകുന്നത് സിദ്ദിഖാണ്. ജാൻസി ചക്കാലക്കലാകുന്നത് ബിന്ദു പണിക്കരാണ്. സഫിയ എന്ന ഒരു കഥാപാത്രത്തെ, വളരെ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മഞ്ജു പിള്ളയും ഈ സിനിമയിൽ ഉണ്ട്. സിനിമയുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയുന്നതിന് മുൻപ് നമുക്ക് ബിൻഡോ സ്റ്റീഫന്റെ സംവിധാന ശൈലിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകുന്നത് ഈ സിനിമയുടെ ആസ്വാദനത്തിൽ നമുക്ക് നല്ല ഒരു അനുഭവം തരും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയെപ്പറ്റി ഒന്ന് പറയാം. കഥ പറയുന്ന ശൈലിയിൽ തന്നെ ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പ്രിൻസിന്റെ കല്യാണം, ആ കല്യാണ ദിവസത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. തിരക്കഥയിൽ അവിടെ ചില അസ്ഥിതകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തൻ്റെ സംവിധാന മികവ് കൊണ്ട് ഈ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ മറികടക്കുന്നുണ്ട്. പ്രിൻസിന്റെ കല്യാണം ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ പ്രിൻസിന് ഒരു പെണ്ണിനെയും തൻ്റെ ജീവിതത്തിൽ വധുവായിട്ട് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുജന്മാരൊക്കെ വിവാഹിതരാണ്, അവർക്ക് മക്കളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ജിൻസ് ചക്കാലക്കലിന് 3 കുട്ടികളാണ് ഉണ്ടാകുന്നത്. ഈ വീടിന്റെ ഭാരമെല്ലാം, വീടിന്റെ ബേബി ചക്കാലക്കൽ എന്ന പിതാവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇങ്ങനെ പരിഹസിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുള്ള, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ പ്രിൻസിന് വന്നു ചേരുകയാണ്. പക്ഷെ അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് ഫാഷൻ ഡിസൈനറാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. അവിടുത്തെ ഒരു ഡെലിവറി മാനേജറാണ് KK എന്ന പേരിൽ അറിയപ്പെടുന്ന ജോണി ആന്റണിയുടെ കഥാപാത്രം. ജോണി ആന്റണിക്കും ഇദ്ദേഹത്തിന് ഒരു പെണ്ണ് കിട്ടിയാൽ കൊള്ളാം, പെണ്ണ് കല്യാണം കഴിച്ചാൽ അദ്ദേഹത്തിന് നന്നായിരിക്കും, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ബാങ്കിലെ ഒരു പോസ്റ്റിലേക്ക്, അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അന്ന കടന്നു വരുന്നത്. അന്നയുടെ അമ്മയും ഉണ്ട് ആ ഫസ്റ്റ് വരവിൽ തന്നെ. അങ്ങനെ അവർക്ക് താമസിക്കാനുള്ള ഇടം കൊടുക്കുകയും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ലോക്കൽ ഗാർഡിയനായിട്ടൊക്കെ പ്രിൻസ് നിൽക്കുന്നുണ്ട്. പ്രിൻസിൻ്റെ ഉള്ളിലും ഇവൾ തനിക്ക് പറ്റിയ വധുവായിരിക്കും എന്നൊക്കെ ഉള്ള ധാരണയിൽ വളരെ ഹ്യൂമറിക്കൽ സെൻസോടുകൂടി തന്നെയാണ് സംവിധായകനും തിരക്കഥാകൃത്തും ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
കാരണം അമ്മ, ഇയാൾക്ക് പ്രായമുണ്ടല്ലോ. ദിലീപ് അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രത്തിന് പ്രായം ഏറെ ഉള്ളതിനാൽ അമ്മയ്ക്കൊരു ബോധ്യം തോന്നുകയാണ്, എന്നാൽ ഇയാളെ അങ്ങോട്ട് വിവാഹം കഴിച്ച് കളയാം. അതൊക്കെ കേട്ടോടുകൂടി വീണ്ടും അയാൾ തകരുകയും മദ്യപിക്കാത്ത ആൾ മദ്യപാനിയായിട്ടൊക്കെ മദ്യപിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ജോണി ആന്റണിയുടെ കഥാപാത്രവും അമ്മയുമായിട്ടാണ് അവിടെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ആ സമയത്ത് തന്നെ പറയുകയാണ്, അന്ന പറയുകയാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന്. നമുക്ക് ഇത് പൈങ്കിളിവൽക്കരണത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളൊക്കെ ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും പിന്നീട് സിനിമ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം ഒരു അമിതമായ ലളിതവൽക്കരണം ആവശ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി മാത്രമല്ല ഈ സിനിമയിൽ ആദ്യത്തെ പകുതിയിൽ അമിതമായ പൈങ്കിളിവൽക്കരണത്തോടു കൂടിയുള്ള ആ രീതിയിലുള്ള അവതരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പിന്നീടുള്ള സീരിയസ്നെസ്സിലേക്ക് പോകാൻ വേണ്ടിയാണ് സംവിധായകനും തിരക്കഥാകൃത്തും ഇങ്ങനെ ഒരു പദ്ധതി രൂപപ്പെടുത്തി എടുത്തത്. അത് ആസ്വാദകരം തന്നെയാണ്. അതിൻ്റെ ആ ഹ്യൂമർ നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെ ആയതുകൊണ്ട് പൈങ്കിളിവൽക്കരണം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഒരുക്കമല്ല ആരും തന്നെ. ഞാനും അതിന് തയ്യാറല്ല. പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അന്നയുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷം ചിഞ്ചു റാണിയിലേക്ക് പോവുകയാണ്. ചിഞ്ചു റാണിയെ പെണ്ണ് കാണാനായിട്ട് പോവുകയാണ്. ചിഞ്ചു റാണി ഒരു ബ്ലോഗറാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള, പരസ്യത്തിൽ നിന്നൊക്കെയുള്ള ഒരുപാട് വരുമാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ബ്ലോഗറാണ്. ഈ ബ്ലോഗർ തൻ്റെ സ്വന്തം ലൈഫ് വെച്ച് തന്നെ ബ്ലോഗുകൾ ചെയ്ത് അങ്ങനെ മുന്നേറുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർക്കൊരു ഇടിവുണ്ടാവുകയും മലപ്പുറം താത്ത എന്ന മറ്റൊരു ബ്ലോഗർ അവർക്ക് മുകളിലേക്ക് കയറി വരികയും ഇവരുടെ പരസ്യമൊക്കെ പോവുകയും ഇവരുടെ റേറ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണും. ആ റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പത്രപ്രവർത്തനമൊന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് കാണുന്ന ഈ കച്ചവട പത്രപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ന്യൂസ് സൃഷ്ടിക്കുകയും ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പത്രപ്രവർത്തനമൊന്നുമല്ല, ഇത് ബ്ലോഗ് ചെയ്യുന്ന, യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. വാർത്തകൾ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ആ രീതിയിലാണ് പറയപ്പെടുന്നത്. അവിടെ ചിഞ്ചുറാണിയുടെ കഥാപാത്രം ചിഞ്ചുറാണി ഈ റേറ്റ് താഴേക്ക് പോയതോടുകൂടി ആ റേറ്റ് ഉണ്ടാക്കണം, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അതും വളരെ ഫ്ലാഷ് ബാക്ക് പരമായിട്ടാണ് സംവിധായകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിൻസും തൻ്റെ ഭാര്യയായ ഈ ചിഞ്ചുറാണിയും കൂടെ ചേർന്ന് സഫിയയുടെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഊണ് കൊടുക്കുന്ന സ്ഥലം, വലിയ ഹോട്ടലൊന്നുമല്ല, ചെറിയ തോതിലുള്ള ഊണ് കൊടുക്കുന്ന ഒരു സ്ഥലം, അവിടെ എത്തുകയും അപ്പോഴാണ് റേറ്റ് കുറഞ്ഞു പോയതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാർ ഇവിടെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിനുള്ള പദ്ധതി ഇടുകയും അങ്ങനെ ആ കടയിലെ പറ്റി ആ സ്ഥലത്തിൻ്റെ അവസ്ഥയെപ്പറ്റി, അത് വൃത്തികെട്ട സ്ഥലമാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലോഗ് ചെയ്യുകയും ആളുകൾക്ക് ആ കടയിൽ കയറാൻ മടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. പിന്നീട് ചില ദുരന്തങ്ങളിലേക്കാണ് പോകുന്നത്. തൻ്റെ ഭാഗം ശരിയാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, എന്നാൽ തൻ്റെ ഭാര്യ ചെയ്ത തെറ്റാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രിൻസും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്ന് അവസാനം ഇവർ തമ്മിൽ പിരിയുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിലും സഫിയയുടെ ജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അവളെ ഉപേക്ഷിച്ചിട്ട് പോകുവാനാണ്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല.
കാരണം ഇത് ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. നല്ല സംവിധാനമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ചിഞ്ചുറാണിയായിട്ട് വന്ന ആ നടിയൊക്കെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നടിയുടെ പേര് കിട്ടുന്നില്ല എങ്കിലും പിന്നീട് ആ നടിയുടെ പേര് നമുക്ക് മനസ്സിലാകും എന്ന് തന്നെ വെക്കാം. നല്ല പെർഫോമൻസാണ് കാഴ്ച. ബിന്ദു പണിക്കരാണെങ്കിലും സിദ്ദിഖാണെങ്കിലും ദിലീപ് തന്നെയാണെങ്കിലും ജോണി ആന്റണി ആണെങ്കിലും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രണദിജയുടെ നല്ല ഛായാഗ്രഹണം. നല്ല ഛായാഗ്രഹണം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആളുകൾക്ക് കാണാൻ പറ്റണം, അവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റണം. നിങ്ങൾ ഇരുട്ടത്ത് വെച്ച് ഷൂട്ട് ചെയ്തു, അതിനെന്താ കുഴപ്പം? പിന്നീട് അയാളെ അല്ലെങ്കിൽ പിന്നീട് വെളിച്ചത്തിലേക്ക് വരണം. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കും പോകുന്ന ഒന്നാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അത് സംഭവിക്കണം. 24 മണിക്കൂറും സിനിമ തുടങ്ങി അവസാനിക്കുന്നിടം വരെ ഒന്ന് കാണാൻ പാടില്ല. കണ്ണിന് സ്ട്രെയിൻ തരുന്ന കാര്യമല്ലേ. ഒന്ന് കാണാതെ വരുമ്പോൾ സ്ട്രെയിൻ എടുത്ത് ആളുകൾ നോക്കും. അങ്ങനെ വരുമ്പോൾ തലച്ചോറിന് പ്രശ്നങ്ങളുണ്ടാവും. ഇത് ആസ്വാദനത്തിന് ഭംഗം സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടിരുന്ന് കാണാനായിട്ട് സാധിക്കണം. അതിന് ആളുകളെ പ്രേരിപ്പിക്കണം. അങ്ങനെ പ്രേരിപ്പിച്ച കാണാൻ പ്രേരിപ്പിച്ച കഥയുണ്ട്, കഥാപാത്രങ്ങളുണ്ട്, കഥാപാത്ര സംഘടനമുണ്ട് ഈ സിനിമയിൽ. അതാണ് രസം തരുന്നത്. സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാടകത്തെ സംബന്ധിച്ച് കഥാപാത്രങ്ങൾ വേണം. കഥാപാത്രങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു ഇതിവൃത്തം വേണം. അങ്ങനെ കഥാപാത്ര സംഘടനകൾ വേണം. അതിനവസാനം പരിഹാരം കാണണം. ഈ കഥാപാത്ര സംഘടനകൾ മുറുകെ പിടിച്ച സംഘടനകൾ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കണം. ഒന്നുകിൽ സന്തോഷത്തിൽ അവസാനിക്കണം, അല്ലെങ്കിൽ സങ്കടത്തിൽ അവസാനിക്കണം. ഇതാണ് രസം നൽകുന്നത്. ഇതാണ് രസജന്യമായ കാര്യം എന്ന് പറയുന്നത്. അത് ഈ സിനിമയ്ക്ക് നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ലിസ്റ്റിൻ ജോസഫിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഈ സിനിമ ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന കൊള്ളാവുന്ന ഒരു സിനിമ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.